ഹായ്, CGL 2025 ഇന്നു മുതൽ തുടങ്ങുകയാണല്ലേ. അപ്പോൾ കോഴിക്കോട്ടെ വൺ ഓഫ് ദ എക്സാം സെൻറ്റേഴ്സ്, നമ്മുടെ CGL നടക്കുന്ന വൺ ഓഫ് ദ എക്സാം സെൻറ്റേഴ്സിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഇത്തവണത്തെ എക്സാമിൽ കാര്യമായിട്ട് മാറ്റം വരുന്നുണ്ടോ, പാറ്റേണിൽ ചേഞ്ച് വരുന്നുണ്ടോ എന്നൊക്കെ ആലോചിച്ച് കുട്ടികൾ ഒരുപാട് ആങ്ഷ്യസ് ആയിരുന്നു. അപ്പോൾ എന്തായാലും എക്സാം കഴിഞ്ഞ് അവരിപ്പോൾ തന്നെ ഇറങ്ങി വരും. നമുക്ക് അവരോട് നേരിട്ട് തന്നെ ചോദിക്കാം അവരുടെ എക്സാം എത്രത്തോളം മനോഹരമായിട്ട് അവർക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ടായിരുന്നു, എന്തൊക്കെ മാറ്റങ്ങളാണ് അവർ കണ്ടിട്ടുള്ളത് എന്നൊക്കെ നേരിട്ട് തന്നെ ചോദിച്ചറിയാം. എക്സാം കുഴപ്പമില്ലായിരുന്നു പരീക്ഷ. ഇംഗ്ലീഷ് നമുക്ക് ഒരുപാട് വായിച്ചെഴുതാനുള്ള സാധനങ്ങളുണ്ടായിരുന്നു. അത് പെട്ടെന്ന് അങ്ങനെ വായിച്ചെഴുതാനായിട്ട് സമയം കിട്ടില്ല. കോംപ്രിഹെൻഷൻ ആണോ അത്? ഒരു പാരഗ്രാഫ് വന്നിട്ട് അതിൻ്റെ അകത്ത് കുറേ വായിച്ചെഴുതാനായിട്ടുണ്ടായിരുന്നു. പിന്നെ ആപ്റ്റിറ്റ്യൂഡ് അത്യാവശ്യം എളുപ്പമായിരുന്നു. ജനറൽ അവയർനെസ്, ഇൻ്റലിജൻസും അത് ഓൾമോസ്റ്റ് ഒക്കെ ഒരേ പാറ്റേണിലാണ് സാധനം വന്നത്. അതായത് നമ്മുടെ ആൽഫബറ്റ് തമ്മിലുള്ള ഇതും വൊവൽസിൻ്റെ ഒരു ബന്ധവും തമ്മിലുള്ള പരിപാടികളൊക്കെ ആയിട്ടാണ് വന്നത്. പിന്നെ ഇംഗ്ലീഷിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ഒക്കെ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. ഏകദേശമൊക്കെ അതുപോലെയൊക്കെ തന്നെയായിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇക്കൊല്ലത്തെ മറ്റ് എക്സാമുകളിലും പാറ്റേൺ ഒക്കെ ചെറുതായിട്ട് വന്ന് മാറിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ആ പാറ്റേൺ ഡിഫറൻസ് ഇവിടെയും ഫീൽ ചെയ്തു? കുറച്ച് ചെറുതായിട്ട് പാറ്റേൺസിലും വ്യത്യാസം ഉണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലത്തായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഡിഫിക്കൽട്ട് ആണോ, അല്ലെങ്കിൽ ആ പാറ്റേൺ കഴിഞ്ഞ കൊല്ലത്തെ ഒക്കെ നമ്മളെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് പാടായിട്ടാണ് നമുക്ക് വേണ്ടത്. കുറച്ച് പാടായിട്ടാണ് നമുക്ക് വേണ്ടത്. മൊത്തത്തിൽ അത്യാവശ്യം നല്ല കുഴപ്പമില്ലായിരുന്നു. ഞാൻ സൈലത്തിന്റെ കോച്ചിങ് എടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വളരെ നല്ല രീതിയിലായിരുന്നു സൈലത്തിന്റെ കോച്ചിങ്. നമുക്ക് ഇപ്പോൾ ഞാൻ വേറെ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് വൈകിട്ട് വന്നിട്ടാണ് ക്ലാസ് കേൾക്കാൻ പറ്റുള്ളൂ. അപ്പോൾ റെക്കോർഡ് ക്ലാസ്സും കാര്യങ്ങളും എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു. എല്ലാ ക്ലാസ്സുകളും നന്നായിട്ടുണ്ടായിരുന്നു. സൈലത്തിന്റെ ജനറൽ അവയർനെസ് പഠിപ്പിച്ച അതേ പാറ്റേൺ അതേപോലെ തന്നെയാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ബാച്ചിൽ നിങ്ങൾ പറയുന്ന പോലെ തന്നെ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുവാണെങ്കിൽ ഈസി ആയിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സാം ഉള്ളായിരുന്നു ഇത്. കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റി കൂടുതലെല്ലാം. ഞാൻ ലാസ്റ്റ് ഇയർ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനെക്കാട്ടും ബെറ്റർ ആയിരുന്നു ഈ പ്രാവശ്യം. പിന്നെ ടൈം മാനേജ്മെന്റ് ആണ് ഏറ്റവും വേണ്ടത്. അപ്പം ഈ പ്രാവശ്യം പറ്റി. അങ്ങനെ മോക്ക് ടെസ്റ്റ് ഒക്കെ ചെയ്യാം. എന്തെങ്കിലും വ്യത്യാസം വന്നോ കാര്യമായിട്ട് കഴിഞ്ഞ തവണത്തെ എക്സാം? ഇല്ല, എനിക്ക് ഇത് ഭയങ്കര ഈസി ആയിട്ടാ തോന്നിയേ. ഈസിയർ ആയിട്ടാണ് തോന്നിയത് കഴിഞ്ഞ കൊല്ലത്തെ കമ്പയർ ചെയ്യുമ്പോൾ. അതെ. ഓക്കേ, അപ്പോൾ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അങ്ങനെ എന്തെങ്കിലും അധികമായിട്ട് വരികയോ? സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു. ജികെയിലോ? ജികെയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷില് കോംപ്രിഹെൻഷൻ അതുണ്ടായിരുന്നു. അത് ഭയങ്കര ഈസി ആയിരുന്നു. പക്ഷേ നമുക്ക് ക്ലോസ് ടെസ്റ്റ് ആണോ വന്നത്, കോംപ്രിഹെൻഷൻ ആണോ? ക്ലോസ് ടെസ്റ്റ് ആണോ കോംപ്രിഹെൻഷൻ ആണോ വന്നത്? കോംപ്രിഹെൻഷൻ ആണ് വന്നത്. അതായത് പാസേജ് തന്നിട്ട് ചോദ്യങ്ങൾ. അതെ. അപ്പൊ അത് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റും. നമുക്ക് അതിന്റെ തന്ന എക്സാമ്പിൾസ് തന്നെ നമുക്ക് പറയാൻ പറ്റും. Alright, so how was your exam? How did you write? Good. It was good. So do you feel any difference compared to last year's exam? The level was a bit tougher on the tougher side. Okay. And it was good. It was doable. Okay. It's not like you can't do any question. All right. It was doable but time taking. Okay. So did you go for coaching or anything? No. I just You prepared yourself? it was positive. It was doable. Actually the toughest was general knowledge, GK. What about English? What about English? English was okay. One or two questions was like it wasn't doable. Someone have studied that vocab was mainly the complicated. Comprehension part was okay. Comprehension part was doable. Okay. Right. Simple. You can call it simple. Okay. So then all the best. Thank you. Okay, thank you. അതായത് സ്റ്റേറ്റ്മെന്റ് രൂപേണയുള്ള ചോദ്യങ്ങൾ അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നോ? റീസണിംഗിൽ കുറവാ. റീസണിംഗിൽ ജികെയിൽ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു അല്ലേ? ഇംഗ്ലീഷ് ആണെങ്കിലും പൊതുവെ ചെയ്യുന്ന ടൈപ്പ് തന്നെയാണ്. പിന്നെ അതിൻ്റെ മറ്റേ കോംപ്രഹെൻഷൻ ഉണ്ടായിരുന്നു. കോംപ്രിഹെൻഷൻ അത്യാവശ്യം കുറച്ചൊന്ന് ഡിഫിക്കൽട്ട് ആയിരുന്ന കോംപ്രിഹെൻഷൻ ആണല്ലേ? റീഡിംഗ് കോംപ്രിഹെൻഷൻ അതിന് ബേസ് ചെയ്തിട്ട് 5 ചോദ്യങ്ങൾ അതുണ്ടായിരുന്നു അല്ലേ? ഓക്കെ. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? റീസണിംഗ് എളുപ്പമായിരുന്നു. ബാക്കി വിഷയങ്ങളൊക്കെ എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്തോ വെണ്ടർ ചേഞ്ച് വന്നപ്പോൾ? ജികെ കുറച്ച് ടൈറ്റ് ആയ പോലെ തോന്നി. പിന്നെ മാത്സിന്റെ ടൈമിന്റെ കുറച്ച് പ്രശ്നം ഉണ്ടായിരുന്നു. ഇംഗ്ലീഷിൽ എന്തെങ്കിലും ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഇംഗ്ലീഷ് വലിയ സീനില്ല.